السلام عليكم ورحمة الله وبركاته. بسم الله وبالله وعلى الله فليتوكل المؤمنون. اللهم اجعل كيدهم في نحورهم واكفنا شرورهم. حسبي الله وكفى سمع الله لمن دعا ليس وراء الله منتهى حسبنا الله ونعم الوكيل. اللهم صل وسلم وبارك على حبيبك سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية أقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية إلى العرش والكرسي أحمد قد دنا ونورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية إلى أمة سيدنا محمد. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് മഴ പെയ്യുന്ന സമയം ദുആ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണെന്നാണ്. പ്രാർത്ഥിക്കുവാൻ പത്തദബുകൾ അറിയേണ്ടതാണ്, അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ്. അതിലൊന്ന് സമയം നോക്കണം എന്നാണ്, മഴ പെയ്തിരിക്കും സമയം അതിലൊന്നാണ്. അള്ളാഹു ഞമ്മക്കെല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ, ആഖിബത്തിനെ നന്നാക്കി നല്ല മരണം നൽകട്ടെ. പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ വെച്ച് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കി കൊടുക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആഉ അശിരിൻ ലം യുറദ്ദ റബ്ബുനാ വഉദ്ദ ഉലാലിമൻ ഫീ ദീനിനാ. 10 ആൾക്കാരുടെ ദുആ അല്ലാഹു തആല തട്ടിക്കളയൂല എന്നാണ്. 10 മനുഷ്യന്മാരെ ദുആഉ അശിരിൻ, 10 ആളുകളുടെ ദുആ ലം യുറദ്ദ റബ്ബുന, നമ്മുടെ റബ്ബ് തട്ടിക്കളയൂല. വഉദ്ദ ഉലാലിമൻ ഫീ ദീനിനാ, അതിൽ ഒന്നാമത്തേത് ആലിമിന്റെ ദുആ തട്ടിക്കളയൂല എന്നാണ്. വരുന്ന 7-ാം തീയതി, ജൂലൈ 7-ാം തീയതി മദ്രസയിലെ മുഅല്ലിം ഡേ ആണ്. എല്ലാ വർഷവും മുഅല്ലിം ഡേ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാവും. ഉസ്താദമാരെ കുറിച്ച് പറയാനും മദ്രസയെ കുറിച്ച് പറയാനും മദ്രസയ്ക്ക് വേണ്ടി മുൻകാലത്ത് ഖിദ്മത്തെടുത്ത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാനുമൊക്കെയുള്ള ദിവസമാണ് മുഅല്ലിം ഡേ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ വേങ്ങര അടുത്ത് ഒരു സ്ഥലത്ത് ഒരു മദ്രസയുടെ 60-ാം വാർഷികത്തിന് പോയി. അപ്പോൾ അവിടെ ഇതേമാതിരി പൂർവ്വ വിദ്യാർത്ഥികളാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്.
മദ്രസ ഒരു പഴയ മദ്രസ ഒക്കെ പൊളിച്ച് പുതിയതാക്കി 60 കൊല്ലമായി മദ്രസ തുടങ്ങിയിട്ട്. 60ാം വാർഷികവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും എല്ലാം ഉള്ള പരിപാടിയാണ്. അവിടുത്തെ സംഘാടകരായ ചെറുപ്പക്കാര് കുട്ടികൾ 60 കൊല്ലത്തിനിടയിൽ ആ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദുമാരെയും വീട്ടിൽ പോയി സന്ദർശിച്ചു. അതാണ് 60ാം വാർഷികത്തിന്റെ വളരെ പ്രധാന പരിപാടി. ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, നീച്ച് നടക്കാൻ പറ്റുന്നവരൊക്കെ വാർഷികത്തിന് ക്ഷണിച്ചു. നീച്ച് നടക്കാൻ പറ്റാതെ ദണ്ണത്ത് കിടക്കുന്നവർക്കൊക്കെ ഒരു ഹദിയ കൊടുത്ത് 1 കിലോ ആപ്പിളൊക്കെ വാങ്ങിക്കൊടുത്ത് ഫാത്തിഹ ഓതി ദ്വാരപ്പിച്ചു പോന്നു. മരിച്ച ആളുകളുടെ ഖബർ കണ്ടെത്തി പോയി സിയാറത്ത് ചെയ്ത് മടങ്ങി. 60ാം വാർഷികാഘോഷമാണ്. നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉസ്താദന്മാരുണ്ടാവും. എന്നാളൊരിക്കൽ ഞാൻ അങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളോടല്ല മുതിർന്ന ആൾക്കാരോട് തന്നെ, നിങ്ങളെ 1ാം ക്ലാസ്സിലെ ഉസ്താദ് ആരായിരുന്നു എന്ന് ചോദിച്ചു. അതിൽ ഓല് പറഞ്ഞു കണ്ണടച്ച ഒരാളായിരുന്നു പറഞ്ഞു. ഇതൊക്കെയാണ് ഉസ്താദന്മാരെ പറ്റിയിട്ടുള്ള നമുക്കുള്ള അറിവേ. കണ്ണടച്ച ആള്, പാലത്തിന്റെ അപ്പുറത്തുനിന്ന് വന്ന ആള്, ഇതൊക്കെയാണ് നമുക്കുള്ള അറിവ്. 1ാം ക്ലാസ്സിലെ ഉസ്താദിനെ മറന്നാ പിന്നെ നമ്മളെ ഒന്നിനും പറ്റൂല. എന്താ കാരണം? പല്ലും കൂടിയും തേക്കാൻ മടിയുള്ള കാലത്ത് മൂക്കൊൽപ്പിച്ചിങ്ങാണ്ട് ചെന്നപ്പോ കൈയൊടിച്ചിങ്ങാണ്ട് അലിഫ് എന്ന് എഴുതി തന്ന ഉസ്താദാണ് 1ാം ക്ലാസ്സിലെ ഉസ്താദ്. ആ അലിഫിൽ നിന്നാണ് PhD വരെ എത്തിയിട്ടുള്ളത്. മറന്നാ പിന്നെ എന്തിനാ നമ്മളെ പറ്റാം? അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വിഭാഗമാണ് ഗുരുനാഥന്മാർ, ഉസ്താദന്മാർ എന്ന് പറയുന്നത്. ഏറ്റവും ആദരവ് നൽകേണ്ടതും അവർക്ക് തന്നെയാണ്. ഗുരുവിനെ ആദരിക്കാത്തവർക്ക് 3 വിപത്തുകൾ വന്നു ചേരുമെന്നാണ്. ഗുരുവിനെ അനാദരിച്ചാൽ 3 വിപത്തുണ്ടാകും. ഒന്ന്, അവനിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും. 2, ഫൗത്തുർ റിസ്ഖ്, ഭക്ഷണം തടയപ്പെടും. 3, സൂഉൽ ഖാത്തിമ, അന്ത്യം ചീത്തയായി മരിക്കും. ഈ 3 കാര്യം ഗുരുനാഥന്മാരെ അനാദരിക്കുന്നവർക്കുണ്ടാവുമെന്നാണ്. സാന്ദർഭികമായിട്ട് വന്നതാണ്. മുഅല്ലിൻ്റെയാണ് 7ാം തീയതി, അതുകൊണ്ട് അതും കൂടി കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ദുആക്ക് ഇജാബത്തുള്ള 1ാമത്തെ മനുഷ്യൻ ആലിമാണ്. 2ാമത്തേത് മുതഅല്ലിമാകുന്നു. 3ാമത്തേത് യാത്രക്കാരനാകുന്നു. 4ാമത്തേത് നോമ്പുകാരനാകുന്നു. 5ാമത്തേത് ഹജ്ജ് ചെയ്യുന്നവനാകുന്നു. 6ാമത്തേത് ഉമ്മയെ പ്രത്യേകമായി നോക്കിയവനാകുന്നു. മന നോക്കുന്ന ആൾക്ക് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. ഇങ്ങനെ 10 പേർക്ക് പ്രത്യേകമായി ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഹദീസുകളിലായി ഓരോരുത്തരായി എണ്ണി പറയുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽപ്പെട്ടതാണ് ദുആന്റെ മര്യാദകൾ എന്ന് പറയുന്നത്. അതിൽ 1ാമത്തെ മര്യാദ സന്ദർഭം നോക്കണം എന്നതാണ്. 1ാമത്തെ മര്യാദ ദുആന്റെ സന്ദർഭങ്ങൾ നോക്കണം. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. കൊല്ലത്തില്, ഒരു വർഷത്തില് 4 രാത്രികൾ ദുആക്ക് ഇജാബത്തുണ്ട്. 1 ശഅബാൻ 15ന്റെ രാത്രിയാണ്. മറ്റൊന്ന് റജബ് 1ന്റെ രാത്രിയാണ്. മറ്റൊന്ന് ചെറിയ പെരുന്നാളിന്റെ രാത്രിയാണ്. മറ്റൊന്ന് വലിയ പെരുന്നാളിന്റെ രാത്രിയാകുന്നു. 5ാമത്തെ ഒന്നുകൂടി ഉണ്ട്, വെള്ളിയാഴ്ച രാത്രിയാകുന്നു. 5 സന്ദർഭങ്ങളിലെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. 1 ശഅബാൻ 15ന്റെ രാത്രി, ബറാഅത്ത് രാവ്. 2 റജബ് 1ന്റെ രാത്രി. 3ാമത്തേത് വെള്ളിയാഴ്ച രാവ്. 4 ചെറിയ പെരുന്നാളിന്റെ രാത്രി. 5 വലിയ പെരുന്നാളിന്റെ രാത്രി. ദുആക്ക് ഇജാബത്തുള്ള വെള്ളിയാഴ്ച രാവും ദുആക്ക് ഇജാബത്തുള്ള റജബ് 1ന്റെ രാവും ചേർന്ന് വന്ന ദിവസത്തില് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞു. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ്. ഏത് മനുഷ്യന്റെയും ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് മരണം നോക്കിയിട്ടാണ്.
അല്ലാഹു തആല പരിപൂർണ ഈമാനോടുകൂടെയുള്ള മൗത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. നമ്മളിപ്പോ ദ്വാരുന്നത് മരിക്കുമ്പോ ഒരു കലിമയെല്ലാം കിട്ടാനാണ്, ഒറ്റ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ മരിച്ചപ്പോൾ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച ഒരാളുണ്ട്. പാലക്കാട് ജില്ല നമ്മളെ തൊട്ടടുത്ത ജില്ലയാണ്. ആനക്കരയിൽ ജീവിച്ചിരുന്ന സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കോയക്കുട്ടി മുസ്ലിയാർ, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇവിടുത്തെ മുദരിസൻ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചാപ്പനങ്ങാടി വാപ്പുസ്താദിന്റെ ദിക്ർ ഹൽഖ ജീവിതകാലം മുഴുവനും കൊണ്ടു നടന്നു. അതിന്റെ വാർഷികത്തിന് പോയി. ഞാൻ ഒരിക്കൽ ഈ ഗൂഡല്ലൂരിൽ നിന്ന് കുറേ ഉള്ളോട്ട് പോയിട്ട് ഒരു സ്ഥലത്തൊരു പരിപാടിക്ക് പോയി. അപ്പൊ അവിടെ ചാപ്പനങ്ങാടിയുടെ ദിക്ർ ഹൽഖ ഉണ്ട്. മഹാനായ കോയക്കുട്ടി ഉസ്താദ് വഫാത്താകുന്നത് വരെയും അവിടെ കൊല്ലത്തിലൊരിക്കൽ വാർഷികത്തിന് വരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചാപ്പനങ്ങാടി ബാപ്പുസ്താദിന്റെ ദിക്ർ ഹൽഖ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടന്നു. 1000 ലാ ഇലാഹ ഇല്ലല്ലാഹയാണത്. യാദൽ ജലാലി വല്ലിക്റാമുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂമുണ്ട്, കുറച്ച് സലാത്തുണ്ട്. മക്കളെ വിളിച്ച് പേരക്കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ചാപ്പനങ്ങാടിയുടെ ദിക്ർ ഹൽഖ നടത്തി 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞിട്ട് ലോകത്തോട് വിട പറഞ്ഞു മഹാനായ കോയക്കുട്ടി ഉസ്താദ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു മനുഷ്യന്റെ വഫാത്താണ് അയാളുടെ ജീവിതം ശരിയോ തെറ്റോ എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സന്ദർഭങ്ങളെ നോക്കുക എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞത്. സമയം നോക്കണം, സന്ദർഭം നോക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഴ പെയ്യുന്ന സമയത്തുള്ള ദുആ എന്ന് പറയാനാണ് ഈ കാര്യം പറഞ്ഞത്. ദുആന്റെ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട അദബാണ് ദ്വാരക്കാനുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ നോക്കണം. ദുആ ചെയ്യാനുള്ള സന്ദർഭങ്ങളിൽ ദുആ ചെയ്യണം. പെരുന്നാൾ ദിവസം ദുആ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഇങ്ങനെ. അതുകൊണ്ട് എല്ലാ അദബുകളെയും പരിഗണിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറണം. ദുഃഖത്തിന്റെ ഏക പരിഹാര മാർഗം ദുആയാണ്. വിഷമത്തിന്റെയും ദുഃഖത്തിന്റെയും ഏറ്റവും വലിയ പരിഹാര മാർഗമാകുന്നു ദുആ എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ദുആന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. 1 ചോദിച്ചത് അതേമാതിരി തരിക, 2 ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരിക, 3 ചോദിച്ചതിന് കൂലി തരിക. ദുആന്റെ ഇജാബത്ത് 3 എണ്ണാണ്. 1 ചോദിച്ചത് അതേമാതിരി തരിക. പടച്ചോനെ എന്റെ പെരപ്പണി പൂർത്തിയാക്കി തരണേ, ഒന്നാമത്തെ ഇജാബത്ത് പൂർത്തിയാക്കി തരാ. രണ്ടാമത്തെ ഇജാബത്ത് അതിനേക്കാൾ ഖൈറായത് തരിക. പൂർത്തിയായതൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞപ്പോ അതിനേക്കാൾ വലിയൊരു സ്ഥലം നല്ലൊരു പേരും വേറെ കിട്ടി, അതൊരു ഇജാബത്താണ്. മൂന്നാമത്തൊരു ഇജാബത്തുണ്ട്. ചോദിച്ചത് അതേമാതിരി തരാന് അള്ളാനെ തന്നെ വേണമെന്നൊന്നുമില്ല, കാദറാജിനെ കൊണ്ടും പറ്റും. മുപ്പരത്ത് പൈസ ഉണ്ട്, 1000 റുപ്യ ചോദിച്ചു എടുത്തു തന്നു. ചോദിച്ചതിനേക്കാൾ നന്നാക്കി തരാന് അംസക്കുട്ടിയാജിനെ കൊണ്ടും പറ്റും. അതേ സമയത്ത് ചോദിച്ചതിന് കൂലി തരാൻ അള്ളാനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ദുആയിൽ പ്രതീക്ഷിക്കേണ്ടത് മൂന്നാമത്തതാണ്. അത് അള്ളാനെ കൊണ്ട് മാത്രം പറ്റുന്നതാണ്. ദ്വാരന്നതിന് കൂലി തരാ എന്ന് പറയണത്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ദ്വാരക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുന്നത്. അടച്ചോനെ എന്താ കാട്ട റബ്ബേ, 5 നേരം സുബഹി നിസ്കരിച്ചിട്ടും ഇന്റെ പെരപ്പണി തീരുന്നില്ല, ദ്വാരക്കന്നെ എന്നിട്ട് തീരുന്നില്ല. അപ്പുറത്തെ മറ്റോണ്ടല്ലോ, ഓനെ കേക്കോട്ട് ഉന്തിയാ പടിഞ്ഞാട്ട് ഉന്തിയാലും കേക്കോട്ടുക്ക് മറിഞ്ഞിട്ടേ വിഗുള്ളൂ. ഓന് തട്ടുമല തട്ടിട്ടു. എന്തിനാ റബ്ബേ എന്നെ ഇങ്ങനെ ആക്കണത് എന്ന് തോന്നല് മാറണമെങ്കിൽ ദ്വാന്റെ ഇജാബത്ത് 3 എണ്ണം ഉണ്ട് എന്ന് മനസ്സിലാവണം. 1 ചോദിച്ച മാതിരി തരിക, 2 ചോദിച്ചതിനേക്കാൾ ഖൈറായത് തരിക, മൂന്നാമത്തത് ചോദിച്ചതിന് കൂലി തരിക. അതിനാണ് ശരിക്കും അള്ളാഹു തആലാന് ആവശ്യമുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ദുആന്റെ ഏറ്റവും വലിയ ഇജാബത്ത്. ഇങ്ങളെന്നോട് ചോദിച്ചോളി, ഞാൻ നിങ്ങൾക്ക് തന്നോളാം എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്നോട് ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങളെന്നോട് ചോദിച്ചോളി ഞങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്, പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തരാള്ളോൻ പറഞ്ഞതാണ്. തരുന്ന് പറഞ്ഞാൽ തരുണോൻ പറഞ്ഞ തന്നെയാണ്. നിങ്ങളെന്നോട് ചോദിച്ചോളി ഞാൻ തരാന്ന്. പിന്നെന്താ പ്രശ്നം? ഇവിടുന്ന് തരാന്ന് പറഞ്ഞിട്ടില്ല.
അതാണ് പ്രശ്നം. ഇവിടുന്ന് തരാന്ന് പറഞ്ഞിട്ടില്ല, ഞമ്മക്ക് തോന്നുമ്പോ തരാന്ന് പറഞ്ഞിട്ടില്ല, ഓന് തോന്നുമ്പോ തരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ വിചാരം ഞമ്മക്ക് തോന്നുമ്പോ തരാന്ന് അവൻ പറഞ്ഞത് എന്നാണ്. അങ്ങനെയല്ല പറഞ്ഞത്, അവന് തോന്നുമ്പോൾ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തരാന്ന് പറഞ്ഞാൽ തരും. അതുകൊണ്ട് ദുആന്റെ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തി ദ്വാരക്കണം. ദുആഇന്റെ എല്ലാ അദബുകളെയും മനസ്സിലാക്കണം, എല്ലാ മര്യാദകളെയും മനസ്സിലാക്കണം. ചില ആളുകളുടെ ദുആ ചില ആളുകൾക്ക് പ്രത്യേകം ഇജാബത്തുണ്ടാവും. ഉസ്താദുമാരുടെ ദുആ ശിഷ്യന്മാർക്ക് പ്രത്യേകം ഇജാബത്തുള്ളതാണ്. മാതാപിതാക്കളുടെ ദുആ മക്കൾക്ക് പ്രത്യേകമായി ഇജാബത്തുള്ളതാണ്. ഉസ്താദിന്റെ ദുആ ശിഷ്യന്മാർക്ക് പ്രത്യേക ഇജാബത്തുണ്ട്. നമ്മളെ മുമ്പൊക്കെ വയലിന്റെ ഒക്കെ മുന്നേ ബുർദ ബൈത്ത് ചെല്ലും. ആമിൻ തദക്കുരി ജിഹ്റാനിൻ ബിസലമി മാ സജത ദമ്മൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹുവിന്റെ രചനയാണ് ബുർദ ബൈത്ത് എന്ന് പറയുന്നത്. ഇമാം ബൂസൂരി റളിയല്ലാഹുവിന്റെ ഖബർ ഉള്ളത് ഈജിപ്തിലാണ്. ബൂസൂരി ഇമാമിന്റെ ഖബറിന്റെ ഏകദേശം അടുത്തായി അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ഖബറുണ്ട്. അബുൽ അബ്ബാസുൽ മുർസി എന്നാണ് ഉസ്താദിന്റെ പേര്. അവിടെ ഏറ്റവും അറിയപ്പെട്ട ഖബർ അബുൽ അബ്ബാസുൽ മുർസിയുടെ ഖബറാണ്, ഉസ്താദിന്റെ ഖബറാണ്. അബുൽ അബ്ബാസുൽ മുർസി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ലോകത്തറിയപ്പെട്ടിരുന്ന വലിയൊരു വലിയായിരുന്നു. ഷാദുലി ത്വരീഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷെയ്ഖുമായിരുന്നു അബുൽ അബ്ബാസുൽ മുർസി. വലിയ കറാമത്തിന്റെ ഉടമയാണ്. ഒരിക്കലേ ഈജിപ്തിലേക്ക് വരുന്ന ഒരു കപ്പല് വലിയൊരു കച്ചവടക്കാരൻ ഒരു കപ്പൽ നിറയെ അടിമകളെ ഈജിപ്തിൽ വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുവരുമ്പോ പെട്ടെന്ന് അപകടമുണ്ടായി. കപ്പൽ തകരാൻ ഒരുങ്ങി. കപ്പൽ പൊളിഞ്ഞ് വെള്ളം കയറിയിട്ട് ആകെ പ്രശ്നമായി. ആ സമയത്ത് കച്ചവടക്കാരൻ മനസ്സിലൊരു നേർച്ച ചെയ്തു, ഈ കപ്പൽ രക്ഷപ്പെട്ട് അടിമകൾ കരയിലെത്തിയാൽ അബുൽ അബ്ബാസുൽ മുർസിക്ക് ഒരു അടിമയെ കൊടുക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ വിചാരിക്കുമ്പോ മനസ്സിലുള്ളത് യാഖൂത്തുൽ അർശ് എന്ന് പറഞ്ഞൊരു അടിമണ്ട്, ആ അടിമനെ കൊടുക്കാം എന്നാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത്. കപ്പൽ രക്ഷപ്പെട്ടു. കപ്പൽ ഈജിപ്തിലെത്തി, കരയിലെത്തി നോക്കുമ്പോ ഈ യാഖൂത്തുൽ അർശ് എന്ന് പറഞ്ഞ കൊടുക്കാൻ വിചാരിച്ച ആളെ അടിമന്റെ മേത്ത് ശരീരത്തിൽ മൊത്തം ചൊറി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഒരു ചൊറിയുള്ള അടിമനെ കൊണ്ടേ കൊടുക്കാനാവില്ല എന്ന് കരുതിയിട്ട് വേറൊരു അടിമനെ കൊണ്ടുപോയിട്ട് അബുൽ അബ്ബാസുൽ മുർസിന്റെ അടുത്തേക്ക് ചെന്നു. കണ്ടേക്കിന് തന്നെ അബുൽ അബ്ബാസുൽ മുർസി പറഞ്ഞു, ഈ അടിമനല്ലല്ലോ എനിക്ക് തരാൻ കരുതിയത്, കരുതി അടിമനെ കൊണ്ടുവരിക. അതിന് മുമ്പ് അങ്ങോട്ട് തന്നെ പോയിട്ട് ചൊറിയുള്ള അടിമനെ കൊടുന്നു. യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു എന്ന മഹാനെ കൊടുന്നു, അടിമനെ കൊടുന്നെടുത്തു. അബുൽ അബ്ബാസുൽ മുർസി ആ അടിമയെ മോചിപ്പിച്ചു സ്വതന്ത്രനാക്കി. യാഖൂത്തുൽ അർശ് അബുൽ അബ്ബാസിന്റെ ശിഷ്യനായി മാറി. അബുൽ അബ്ബാസുൽ മുർസി വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഷാദുലി ത്വരീഖത്തിന്റെ ഖലീഫയായത് ഈ യാഖൂത്തുൽ അർശാണ്. അബുൽ അബ്ബാസുൽ മുർസിയുടെ ഖബറിന്റെ തൊട്ടടുത്ത് യാഖൂത്തുൽ അർശിന്റെ ഖബറുണ്ട്. യാഖൂത്തുൽ അർശിന്റെ അബുൽ അബ്ബാസുൽ മുർസിയുടെ ശിഷ്യനാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. ജീവിതകാലം മുഴുവൻ ഉസ്താദിന് ഖിദ്മത്തെടുത്തു. അവസാനം ഉസ്താദ് വഫാത്താകുന്നതിന് മുമ്പ് ശിഷ്യനോടൊരു ചോദ്യം ചോദിച്ചു, മോനെ, നിനക്ക് വേണ്ടി ഒരു ദുആ ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ട്, അതുകൊണ്ട് നിനക്ക് വേണ്ടി എന്താണ് ഞാൻ ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇമാം ബൂസൂരി പറഞ്ഞു, എനിക്ക് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ഒരു കവിത എഴുതണം. ആ കവിതയെ ഖിയാമത്ത് നാൾ വരെ മറ്റൊരാൾ മറികടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്ക് നബി തങ്ങളെ മദ്ഹ് ചെയ്തിട്ട് ഒരു കവിത എഴുതണം. ആ കവിതയെ മറികടക്കുന്ന ഒരു കവിത ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ മറ്റൊരാൾ എഴുതാൻ പാടില്ല എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ അബുൽ അബ്ബാസുൽ മുർസി ദ്വാരന്നിട്ട്
ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയതാണ് ബുർദ ബൈത്ത് എന്ന് പറഞ്ഞത്. അനുബന്ധമായ കുറെ കാര്യങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. ഞാനത് പറയത് ഗുരുനാഥന്മാരോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം പറഞ്ഞത്. പക്ഷെ നമുക്ക് നമ്മളെ ഉസ്താദുമാരെ ഗുരുനാഥന്മാരെ ഓർമ്മല്ല. 4000 ഉസ്താദുമാരിൽ നിന്ന് ഇൽമു പഠിച്ച ആളാണ് മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. 4000 ഉസ്താദുമാർ കേട്ടോ. നമുക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരില്ല. മര്യാദക്ക് ഒരു 4 ഉസ്താദുമാര് നമുക്കില്ല. 4000 ഉസ്താദുമാരുടെ ഗുരു ശിഷ്യനായിരുന്നു മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആള്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയാക്കി ദുൽഹിജ്ജ മാസത്തിലാണ്. സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയായത് ദുൽഹിജ്ജ മാസത്തിലാണ്. ഇപ്പൊ നമ്മൾ ദുൽഹിജ്ജയിലല്ലേ, ഈ ദുൽഹിജ്ജ മാസം രചന പൂർത്തിയായതിനു ശേഷം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു തീരുമാനമെടുത്തു. ഈ കിതാബുമായി മദീനയിലെ റൗള ഷരീഫിന്റെ അടുക്കൽ ചെന്നു നിൽക്കുക. അങ്ങനെ നബി തങ്ങൾ യഖ്ളത്തിലോ ഉണർച്ചയിലോ ഉറക്കിലോ എന്നെ വിളിക്കുമ്പോ സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൗള ഷരീഫിലേക്ക് സലാം പറഞ്ഞു കയറണം. അതായിരുന്നു സഹീഹുൽ ബുഖാരിയുടെ പ്രകാശനമായി തീരുമാനിച്ചത്. അങ്ങനെ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനയിലെ റൗള ഷരീഫിന്റെ പരിസരത്ത് ചെന്ന് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. ദിവസങ്ങളോളം നിന്നു. നബി തങ്ങൾ വിളിച്ചില്ല. വിളിച്ചാലേ കയറുള്ളൂ, കയറിയിട്ടേ മടങ്ങുള്ളൂ എന്ന് തീരുമാനിച്ചു. വിളിച്ചിട്ടേ ഞാൻ കയറുള്ളൂ, കയറിയിട്ടേ നാട്ടിക്കൊള്ളൂ എന്ന് തീരുമാനിച്ച് അവിടെ നിന്നു. അവസാനം നബി തങ്ങൾ വിളിച്ചു. മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൗള ഷരീഫിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് കയറി. അന്ന് ഇമാം ബുഖാരി നിന്ന സ്ഥലത്ത് പിന്നീട് സൗദി ഭരണകൂടം ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയാണ് മദീനയിലെ റൗളയുടെ അടുത്ത് കാണുന്ന മസ്ജിദുൽ ബുഖാരി എന്ന പേരായ പള്ളി. ഗുരുനാഥന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മഹാനായ അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു 4 മദ്ഹബുകളിലെ ഒരു മദ്ഹബിന്റെ ഇമാമാണ്. ഇമാം അബൂ ഹനീഫത്ത് അൽ കൂഫി റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദിന്റെ വീടിനു നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല. ഉസ്താദിന്റെ വീടിന്റെ നേരല്ല, ഉസ്താദിന്റെ നേരല്ല, ഉസ്താദിന്റെ വീടിനു നേരെ കാൽ നീട്ടിയിരുന്നില്ല. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വീട് കഴിഞ്ഞ് ആയിക്കോട്ടെ, എനിക്ക് വെള്ളം കുടിക്കാനുള്ള സമയക്കാരം അതെന്നാ മനസ്സിലാണ്. താലിമ്യങ്ങളൊക്കെ വന്നിരിക്കും. റെഡി? കേൾവിക്കാർ റെഡി ആയാലേ ഞാൻ റെഡി ആവുള്ളൂ. റെഡി? എന്നൊരായത്തിൽ കുറിച്ച് ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. നോക്ക എല്ലാവരും.
അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ വീടിന്റെ നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല. അത്രയും വലിയ ആദരവും ബഹുമാനവും ഗുരുവിന് നൽകിയിരുന്നു. പറയണ്ടായ കാരണം പിന്നെ ഗുരുനാഥന്മാരോടുള്ള ആദരവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദുആന്റെ ഇജാബത്തും ദുആന്റെ മര്യാദകളും ഗുരുനാഥന്മാരുടെ ഉസ്താദന്മാരുടെ ദുആ ശിഷ്യന്മാർക്ക് വലിയ ഫലമുള്ളതായിരിക്കും. ഇതുപോലെ മാതാപിതാക്കളുടെ ദുആ മക്കൾക്ക് വളരെ ഫലമുള്ളതാണ്. നമ്മളിങ്ങനെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ മാതാപിതാക്കളുടെ ദുആയാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉമ്മാന്റെ ദുആയാണ്. നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മന കണ്ണ് കാണാത്ത ആളായിരുന്നു എന്നാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിലുണ്ട് മഹാനവറുകൾ ജന്മന കാഴ്ച കുറഞ്ഞ ആളായിരുന്നു. ഉമ്മ ദോരന്ന് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ കണ്ട് ഇൽമു പഠിക്കാനുള്ള അവസരമുണ്ടായി. ഇമാം ബുഖാരിയുടെ ബാക്കിൽ ഉമ്മാന്റെ ദുആണ്ടായി. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മാന്റെ ദുആയാണ് കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരേ കള്ളന്റെ കയ്യിൽ പൊന്നെ കൊടുത്തോ അവര്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ ദുആ കിട്ടിയതാണ്. ഇങ്ങനെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അമ്പിയാക്കൾ വരെയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഉമ്മാന്റെ ദുആ കിട്ടിയിട്ടുണ്ടെന്ന് കാണാം. ഈസ നബി അലൈഹി ഇസ്ലാമിന് ഉമ്മാന്റെ ദുആ കിട്ടിയതാണ്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പാക്ക് ഈ കുട്ടിയുടെ വാപ്പയാണ് ഞാന് എന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടായിട്ടില്ല. ഉമ്മാന്റെ ദുആയാണ് മൂസാ നബിക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരുപാട് ആളുകളെ പരിശോധിച്ചാല് മാതാപിതാക്കളുടെ ദുആ കിട്ടിയതാണ് എന്ന് കാണാം. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ദുആ വളരെയധികം ഫലപ്രദമാണ്. എല്ലാവരും ദ്വാരക്കണം. ഞാൻ കുറെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഈ പിന്നെ മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞതിനെ കുറിച്ച്. അതായത് സ്കൂളിൽ കൊടുക്കാനുള്ള ഫീസ് വാപ്പാന്റെ അടുത്ത കൊടുത്തിട്ടുള്ളത്, മോട്ടോർ സൈക്കിളിൽ എണ്ണടിക്കാനുള്ള പൈസ വാപ്പാന്റെ അടുത്ത കൊടുത്തത്, യൂണിഫോം വാങ്ങാനുള്ള പൈസയും ബാഗ് വാങ്ങാനുള്ള പൈസയും വാപ്പാന്റെ അടുത്താണ്, പെരേക്ക് മീൻ വാങ്ങാനുള്ള പൈസ വാപ്പാന്റെ അടുത്ത്, ദണ്ണ ഉണ്ടായാൽ പാരസിറ്റമോൾ വാങ്ങാനുള്ള പൈസയും വാപ്പാന്റെ അടുത്ത്, സ്വർഗം മാത്രം ഉമ്മാന്റെ അടുത്ത്. എന്തേക്കാരപ്പോ ഈ സ്വർഗം ഉമ്മാന്റെ അടുത്ത് കൊടുത്തത് ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഒരു ഉത്തരം, ഉമ്മാന്റെ അടുത്താവുമ്പോ വേഗത്തിൽ വാങ്ങാൻ പറ്റും, വാപ്പാന്റെ ഇരുന്ന് അത്ര എളുപ്പം കിട്ടൂല. അതുകൊണ്ട് മനുഷ്യന് സ്വർഗം വാങ്ങാനുള്ള എളുപ്പ വഴിയായിട്ടാണ് ഉമ്മയുടെ അടുക്കൽ കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു കാര്യമുണ്ട്, എന്നിട്ടും വാങ്ങിയില്ലെങ്കിൽ ഓനൊന്നിനും പറ്റൂല. ഉണ്ടല്ലോ, എളുപ്പമുള്ള ആളെടുത്ത് കൊടുത്തിട്ടോ വാങ്ങിയില്ല എന്നാ പിന്നെ ഓനോ ഒന്നിനും പറ്റാതാവും. അതിനായിരിക്കും ഉമ്മാന്റെ അടുത്ത് കൊടുത്തതെന്നാ ഞാൻ മനസ്സിലാക്കണത്. ഉമ്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എളുപ്പം കൊടുക്കാനാണ് ഉമ്മാന്റെ അടുത്ത് തന്നിട്ടുള്ളത്. ചില ഉമ്മാർക്കെങ്കിലും തോന്നുന്നത് ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് പുറം പോലും കാണിച്ചു കൊടുക്കണ്ട ഓനെ, അതിനല്ല ഉമ്മാന്റെ അടുത്ത് തന്നത്. ഇമ്മാന്റെ അടുത്ത് തന്നത് എന്തായാലും എൻ്റെ കുട്ടിയല്ലേ എന്ന് വിചാരിക്കാനാണ്. ഞാൻ ഈ പറയണ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. നമ്മളൊക്കെ ഏകദേശം ഒരു നാട്ടുകാരായതുകൊണ്ട് നമ്മളൊക്കെ നാട്ടിലുള്ള അവസ്ഥ ഒന്ന് തന്നെ ഇക്കാരം. അതുകൊണ്ടാണ് സങ്കടം. ഉമ്മാന്റെ അടുത്ത് അള്ളാഹു തആല സ്വർഗം കൊടുത്തതേ മരിച്ചാലും മയ്യത്തുമ്പുറം കാൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറയാനല്ല. പിന്നെ എന്തിനാ കൊടുത്തത്? എന്തൊക്കെ പറഞ്ഞാലും ഇന്റെ കുട്ടിയല്ലേ എന്ന് വിചാരിക്കാൻ ഉമ്മാക്കാണ് വാപ്പാനേക്കാൾ കൂടുതൽ പറ്റുക എന്നതുകൊണ്ടാണ് ഉമ്മാരുത് എന്നത്. കൊടുക്കാൻ വേണ്ടി തന്നതാണ്, കൊടുക്കാതിരിക്കാൻ വേണ്ടി തന്നതല്ല എന്ന് ഉമ്മയും മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായി പറയാം. അതുകൊണ്ട് ഉമ്മാന്റെ ദുആ, വാപ്പാന്റെ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉമ്മാനെ എപ്പോഴും പറയലുണ്ട് കേട്ടോ. പറയാത്തൊരാളാണ് വാപ്പ. ഉമ്മാനെ എല്ലാവരും ഏതാ പറയുമ്പോ പറയും.
വാപ്പ ഉമ്മാക്ക് പറഞ്ഞ എല്ലാ ഫളായിലും വാപ്പക്കുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആദ്യത്തെ സൃഷ്ടി വാപ്പയാണ്. അബൂന അബുൽ ബശർ സയ്യിദുന ആദം അലൈഹിസ്സലാം. അല്ലാഹു ആദ്യം പഠിച്ചത് മനല്ല, അല്ലാഹുവിന്റെ ആദ്യത്തെ ഖൽഖ് വാപ്പയാണ്. അതാണ് അബുൽ ബശറായ ആദം നബി അലൈഹിസ്സലാം. മനുഷ്യനെ ചേർക്കപ്പെടുന്നത് അവന്റെ പിതാവിലേക്കാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഫളാഇൽ എന്ന് പറയുന്നത് അവന്റെ വാപ്പയാണ്. നമ്മളിപ്പോ ഒരാളെ പറ്റി അന്വേഷിക്കണം, പെൺകുട്ടിക്ക് ഒരു കല്യാണം വേണം. അപ്പൊ അങ്ങനെ പറഞ്ഞു കേട്ടു, മുട്ടിക്കാട് നല്ലൊരു കുട്ടിയുണ്ട് എന്ന്, അല്ല ഒരു നല്ലൊരു ചെറുക്കുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യാ? ഒരു ദിവസം അസർക്ക് മുട്ടിക്കാടുത്ത നിസ്കാര പള്ളികൾക്ക് നിസ്കരിക്കാൻ പോകും. അങ്ങനെയുള്ള ചെയ്യാ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പള്ളിന്റെ അടുത്തുള്ള ചായ പീടിക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറും. അപ്പൊ അവിടെ അങ്ങനെ കുറച്ച് കാരണന്മാരൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഓലോട് ചോദിക്കും, നമ്മളപ്പോ അബ്ബണ്ടല്ലോ സുലൈമാൻ എന്ന് പറഞ്ഞ ഓന്റെ മൂത്ത ചെറുക്കനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. ഏകദേശമുള്ള അഭിപ്രായമൊക്കെ അവിടുന്ന് കിട്ടും. അപ്പോ അഭിപ്രായം ചോദിച്ചപ്പോ ആളൊന്നും കുഴപ്പമില്ല, എന്താ ഓന്റെ വാപ്പ ആരാന്ന് ചോദിച്ചു. രണ്ടാമത്തെ ചോദ്യം അതാണ്. അതിന്റെ വാപ്പാനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്തല്ലാത്തവനാണ് എന്നാണ്. അതായത് വാപ്പ എന്ന് പറയുന്നത് മനുഷ്യന്റെ അഡ്രസ്സാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം എന്റെ വാപ്പയാണ്. അനഫി മില്ലത്തി അബി ഇബ്രാഹിം. ദുൽഹിജ്ജ മാസത്തിൽ പറയേണ്ട ആളാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ദുൽഹിജ്ജ മാസം ഇബ്രാഹിം നബിനെ പറയാനുള്ള മാസമാണ്. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. അനഫി മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഹദീസ്, അനഫി മില്ലത്തി അബി ഇബ്രാഹിം എന്ന ഈ ഹദീസ് നമ്മുടെ നാടൻ മലപ്പുറം മലയാളത്തേക്ക് കൊണ്ടുവന്നാല്, നമ്മുടെ തിരുനാവായ പഞ്ചായത്ത് മലയാളത്തേക്ക് അത് കൊടുന്നാല് അതിന്റെ അർത്ഥം എങ്ങനെയാണ്? എങ്ങനെ ഇനി പറയാൻ പോണ മാതിരിയാണ്. ഇന്റെ വാപ്പ ആരാന്നറിയാൻ എനിക്ക് ഇബ്രാഹിം ആണ്, ആലോചിച്ച് കളിച്ചോളൂ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളെ തിരുനാവായ മലയാളത്തേക്ക് അതിന് കൊടുന്നാൽ അതിന്റെ അർത്ഥം എങ്ങനെ വരിക? അനബി മില്ലത്തി അബി ഇബ്രാഹിം എന്ന് അറബിയിൽ പറഞ്ഞതിന് ചൊർക്കിൽ അർത്ഥം വെക്കുമ്പോ ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് എന്ന് അർത്ഥം കിട്ടും. അതേ സമയത്ത് തിരുനാവായ മലയാളത്തിൽ അർത്ഥം വെച്ചാൽ എങ്ങനെ അർത്ഥം വരിക? മര്യാദക്ക് കഴിച്ചോ, ഇന്റെ വാപ്പ ഇബ്രാഹിമാണ് എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന്റെ വാപ്പയാണ്. ഏത് മനുഷ്യന്റെയും പ്രത്യേകത അവന്റെ വാപ്പയാകുന്നു. ഇന്റെ വാപ്പാന്റെ പേര് എനിക്കറിയൽ നിർബന്ധമില്ല. അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്തല്ലാത്തവനാവും, പക്ഷെ അത് നിർബന്ധമില്ല. അതേ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാരെ പേരറിയൽ ഈമാനാണ്. എന്താ കാരണം? വാപ്പ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതന്നെ കാരണം. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫി യന്തസിബ് ഉസൈകിലാബുൻ മുറത്തുൻ കഅബുൽ ലുഗൈ ഗാലിബ് ഫിഹ്റും മാലികുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രികാ ഇല്ലാസു സുമ്മാ മുദറുകും മുദ്രികാ നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബുഹും ആതാബിഹി തിബിയാനു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാരെ പേരാണ് അതിലുള്ളത്. അറിയൽ നിർബന്ധമാണ്, ഈമാനാണ്. മദ്രസ കുട്ടികളുടെ പാഠപുസ്തകത്തിലുണ്ട്. എന്തിനാ പറഞ്ഞത്? അറിയാത്തവരവിടെ നോക്കി പഠിക്കാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ്. മദ്രസയിലെ കുട്ടികളെ പാഠപുസ്തകത്തിലുണ്ട് മുത്തുനബിയുടെ 20 വാപ്പാരെ പേര്. പിന്നെ വേറൊരു സ്ഥലത്തും കൂടി അതുണ്ട്. വല്ലിമാന്റെ 14 വക ഏടിലും ഉണ്ട്. അതെന്താ വല്ലിമാന്റെ ഏട്? വല്ലിപ്പാക്ക് ഏടില്ലാത്തോണ്ട് തന്നെ. അല്ല,
വല്യമ്മക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ വല്യപ്പാക്ക് കേടില്ല. എന്താ പിന്നെ കാട്ടുക? വല്യപ്പാക്ക് കേടുമില്ല, മുസാഫും ഇല്ല, ഒന്നുമില്ല. എന്നെ സംഗതി ഇല്ല. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എന്താ കാര്യം? വല്യപ്പാന്റെ ഖുർആനോത്ത് എന്ന് പറഞ്ഞാല് റമദാൻ 1 അന്ന് മാത്രമാണ്. റമദാൻ 1 ദുഹ്ർക്ക് നേരത്തെ വന്നിട്ട് ജമാഅത്ത് കഴിഞ്ഞേക്കിന് ഒരു പലക ഉണ്ടാവും, അത് ഇവിടെ നിർത്തി വെച്ചിട്ട് ഒരു മുസാഫൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു തുടങ്ങല് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഒരു 2 പേജിൽ കഴിയുമ്പോൾ അവിടുന്ന് പോയാൽ പിന്നെ 25,000 വരും. അതാണ് വല്യപ്പാന്റെ ഓത്ത്. പിന്നിപ്പോ ഹൈദർലി ശിഹാബ് തങ്ങൾ പാപ്പ മജ്ലിസിനോട് എല്ലാം പറഞ്ഞതുകൊണ്ട് അതിങ്ങനെ അങ്ങോട്ട് എല്ലായിടത്തും നല്ല മട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു നിലനിർത്തി തരട്ടെ. സംഗതി പിന്നെ കാലിന്റെ വിരലിന്റെ നഖം പോകുന്നത് ശിഫയാവാനാണ് വെച്ചാലും മനസ്സിലായില്ല. അതായത് മജ്ലിസുന്നൂറിന്റെ വാർഷികത്തിന് പോരുന്നുണ്ട് ഞാൻ പല സ്ഥലത്തും. അങ്ങനെ ദ്വാരക്കാൻ വേണ്ടിയിട്ട് കുറെ കടലാസ് ഉണ്ടാവും. കാലിന്റെ തള്ളാൻ വിരലിന്റെ നഖം പോകുന്നതിന് ദ്വാരക്കാന്, മുട്ടുവേദന മാറാൻ വേണ്ടി. ഇതൊന്നും ദ്വാരക്കണ്ടെന്നല്ലോ ഈ പറഞ്ഞേ. ഇതൊക്കെ ദ്വാരക്കണ്ട തന്നെയാണ്, വേണ്ടാത്തല്ല. മുട്ടുവേദന മാറാൻ വേണ്ടി ദ്വാരക്കാന്, ഊരവേദന ശരിയാവാൻ വേണ്ടി ദ്വാരക്കാന്, പിന്നെ ചെവി വേദന ശരിയാവാൻ വേണ്ടി ദ്വാരക്കാന്, ഗൾഫിലുള്ള മോന് ബർക്കത്തുണ്ടാവാൻ ദ്വാരക്കാന്, ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ ദ്വാരക്കാന്. ഇതിനങ്ങനെ കുറേ. ഹൈദർലി ശിഹാബ് തങ്ങൾ പാപ്പ മജ്ലിസിനൂർ ചെല്ലാൻ പറഞ്ഞതേ തള്ളാൻ വിരലിന്റെ ദണ്ണം മാറാനല്ല, പിന്നെന്തിനാ? ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിനാണ് ബാക്കിയൊക്കെ വേണ്ട തന്നെയാണ്. അത് ഇതിന്റെ ഒപ്പം അങ്ങനെ നടന്നോളും. ഇതാണ് ഒറിജിനലായിട്ടും വേണ്ടത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന സമയമാണ് മൗത്തിന്റെ സാഹത്ത്. മൗത്തിന്റെ സമയം എന്ന് പറഞ്ഞതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള രംഗം. അതാണ് കഴിഞ്ഞു കിട്ടിയ ബാക്കി എല്ലാം റെഡിയാണ്. ആർക്കാ മരണം പേടിയില്ലാത്തത്? എല്ലാ മനുഷ്യനും പേടിയുള്ള തന്നെയാണ് മരണം. ആ സമയത്ത് ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കാണുമെന്നാണ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പറയുമെന്നാണ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ചിന്തിക്കുമെന്നാണ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എങ്ങനെയാണോ അതേ അവസ്ഥയായിരിക്കും മരിക്കുമ്പോൾ എന്നാണ്. എപ്പോഴും നല്ല തുണിങ്കുപ്പായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ നല്ല തുണിങ്കുപ്പായിരിക്കും. എപ്പോഴും ദിക്ർ ചൊല്ലുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ ദാക്കിറായിരിക്കും. എപ്പോഴും പൊതുപ്രവർത്തനമാണെങ്കിൽ മരിക്കുമ്പോൾ പൊതുപ്രവർത്തനമായിരിക്കും. എപ്പോഴും സുജൂദിനെ അധികരിപ്പിക്കുന്ന ആളാണെങ്കിൽ അവൻ മരിക്കുന്നത് സുജൂദിലായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം മരിക്കുമ്പോൾ ചെയ്യും. ഏറ്റവും കൂടുതൽ പറഞ്ഞത് മരിക്കുമ്പോൾ പറയും. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകളെ മരിക്കുമ്പോൾ കാണും. അത് ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും, മരണപ്പെട്ട ആളാണെങ്കിലും കാണും. എന്തുകൊണ്ട്? മരിക്കുന്നതിന് മുമ്പ് കണ്ണ് യാത്ര പറയുന്നത് കൊണ്ടാണ് മരിച്ച ആളെ കാണാനുള്ള കാരണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യമായി യാത്ര പറയുന്നത് കണ്ണായിരിക്കും. നമുക്ക് തോന്നും ബാപ്പ നമ്മളെയാണ് നോക്കുന്നത് എന്ന്. അല്ല, നോട്ടം ആദ്യം അവസാനിപ്പിക്കും. ദുനിയാവിലേക്കുള്ള നോട്ടം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും, മരിച്ച ആളാണെങ്കിലും കാണും. അതുകൊണ്ട് അതിങ്ങനെ കട്ടിലും എങ്ങനെയാണ് കിടക്കുമ്പോ 313 ബദിരീങ്ങൾ വട്ടത്തിൽ ഇങ്ങനെയാണ് നിൽക്കണം. അതിനാണ് മജ്ലിസുന്നൂർ അറിഞ്ഞത്. അതാണ് ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിനെന്നെ ആയിരിക്കണം. ബാക്കിയൊക്കെ വേണം, ദ്വാരക്കണം, പൈസ കൊടുക്കണം, മക്കൾ നേരാവണം, അതിനൊക്കെ കൊടുക്കണം. പക്ഷെ പ്രധാന ഉദ്ദേശം പോകാൻ പാടില്ല. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മൗത്തിന്റെ സാഹത്തിൽ ബദരീങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നത് തന്നെയാകുന്നു. അപ്പൊ എന്താ പറയാൻ കാരണം? പറയാണ്ടായ കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇങ്ങനെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു മനസ്സിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ദുആക്ക് ഇജാബത്തുള്ള സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി നന്നായിട്ട് ദ്വാരക്കണം.
ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ദ്വാരക്കണം. ഒക്കെ അങ്ങനെ ദ്വാന്റെ എല്ലാ മര്യാദകളും ദ്വായുടെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് ദ്വാ ചെയ്യണം. ഖുർആൻ ഓതിയിട്ടുള്ള ദ്വാക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. സദഖയുടെ ശേഷമുള്ള ദ്വാക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. ഞാൻ പറയട്ടോ, അതായത് നമ്മൾ സാധാരണ എന്താ ചെയ്യാച്ചാല് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് പറയും ദ്വാരക്ക് കൊണ്ടിട്ടോ അറിയും. സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് നമ്മൾ ദ്വാരക്ക വേണ്ടത്. സദഖയുടെ പിന്നിൽ സദഖ കൊടുത്തവനാണ് ഇജാബത്ത്. നമ്മള് വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ പോയാല് ജുമ കഴിഞ്ഞതിന് ശേഷം ഖബർ സിയാറത്തിന് പോകും. അപ്പൊ ഉസ്താദ്മാരാരേലും കൂട്ടും. ആരെങ്കിലും കൂട്ടിയിട്ട് നമ്മൾ ദ്വാരുന്നതിന് ശേഷം എന്തെങ്കിലും ഒരു പൈസ, ഒരു ഹദിയ കൊടുക്കും. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും എല്ലാ വെള്ളിയാഴ്ച ഉള്ളതല്ല, അതുകൊണ്ട് 100 റുപ്യ മതി എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചാൽ സംഭവിച്ചാൽ എന്താ വെച്ചാല് ഈ ദ്വാരക്കണേൻ്റെ കൂലിയായിട്ടാണ് നമ്മൾ കൊടുത്തത്. സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ദ്വാ ഫ്രീ ആണല്ലോ, കൊടുക്കുന്നത് ഹദിയാക്കിയാൽ മതിയല്ലോ. തെറ്റ് വരുന്നുണ്ട്, ബക്കറ്റേറ്റ് വരുന്നുണ്ട്, സ്റ്റേജ് മന്ന് തുടങ്ങിക്കോളി, എല്ലാവരുടെ അടുത്തും മേടിച്ചോളി, എല്ലാവരുടെ അടുത്ത് കൈ പിടിക്കി, എന്നിട്ട് വരാതെറ്റ് വരുമ്പോൾ അതിൽ നല്ലോണം പൈസ ഇട്ട് കൊടുക്കണം. ഈ വയല് അതിനുള്ളതല്ല കേട്ടോ. വയല് സ്വതക്കക്ക് ഉള്ള വയല് പറയില്ല, അത് ഞാൻ പൊതുവെ പറയലില്ല. പക്ഷെ ബൽക്കിപ്പോൾ ഇതിന് കുറെ ചിലവൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ എന്തായാലും നിങ്ങളുടെ തന്നെ അല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ച് ഉള്ളതിനനുസരിച്ച് അവനാന്റെ കഴിവിനെ കുറിച്ച് ഏറ്റവും ബോധം അവനാനാണ് ഉണ്ടാവുക. അപ്പൊ ഉള്ളതിനനുസരിച്ച് എല്ലാവരും കാര്യമായിട്ട് ആ ബക്കറ്റിൽ സഹായിക്കണം. സ്ത്രീകളും അവരുടെ ഭാഗത്ത് നിന്ന് അതിലേക്ക് കാര്യമായ സഹായം ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഓലിനെ ഏൽപ്പിക്കാൻ വന്നേക്കിന് എന്നെ പിരിവില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ലയെന്ന് ഓല് പറയും ചെയ്തിട്ടുണ്ട്. അത് എഴുതിയിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കണ്ട, ഓൽക്ക് ഇതിൻ്റെ ചിലവ് കൂടി ഒത്തുപോകണം. അതിനനുസരിച്ച് കൊടുക്കുകയും ചെയ്താൽ എന്തായാലും ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. അപ്പോൾ സാധാരണ ചെയ്യണ ഒരു കാര്യമുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് ദ്വാരക്കാൻ പറയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആർക്കെങ്കിലും ഹദിയ കൊടുത്തയക്കുന്ന അടിമയോട് പറയാറുണ്ടായിരുന്നു എന്നാണ്, ഇത് കൊടുക്കുമ്പോൾ അയാൾ ദ്വാരക്കുകയാണെങ്കിൽ തിരിച്ചു ദ്വാരന്നിട്ട് പോന്നാൽ മതി. എന്താ വെച്ചാല് ഹദിയയുടെ കൂലി വളരെ കൂടുതലാണ്, ദുആന്റെ കൂലി അവിടേക്ക് എത്തൂല. വെറുതെ കൊടുക്കുന്ന സമ്പത്തിൽ ഏറ്റവും കൂലി കിട്ടുന്ന സാധനമാണ് ഹദിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹദിയയുടെ കൂലി വളരെ കൂടുതലുള്ളതാണ്. സ്വർണം കൊടുത്ത് വെള്ളി വാങ്ങുന്നത് പോലെയാണ് ഹദിയ കൊടുത്ത് ദുആ വാങ്ങല്. ഹബീബിങ്ങളെ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഒരു തമാശ ഉണ്ട്, ഇല്ലാത്തതാണ് തമാശയാണ്, അത് പറയാം. ഒരു ദിവസം വല്യമ്മ ഇങ്ങനെ കുടുക്ക് തുന്നാണ്, ബട്ടൺസ് ഇങ്ങനെ തുന്നാണ്. അപ്പൊ വല്യമ്മാന്റെ അടുത്ത് നിന്ന് സൂചി നിലത്തിയാടി. ഇല്ലാത്തതാട്ടോ, ഉള്ളതല്ലേ. ഏത് വല്യമ്മയെന്നൊന്നും ചോദിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരണ്ട, ഒരു തമാശ. പക്ഷെ ആ തമാശയിൽ ഒരു കാര്യമുണ്ട്, അതിനിപ്പോ നിങ്ങളിത് ശ്രദ്ധിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. ഇങ്ങോട്ട് നോക്കി എല്ലാവരും ഇങ്ങോട്ട് നോക്കി എന്നാലല്ലേ. വല്യമ്മ ഇങ്ങനെ ബട്ടൺസ് തുന്നുമ്പോ സൂചി നിലത്തിയാടി. അപ്പൊ വല്യമ്മക്ക് കാഴ്ച ലേശം കുറവുണ്ട്, എങ്ങനെ തെരഞ്ഞിട്ടും കാണാനില്ല. അപ്പൊ വല്യമ്മ പറഞ്ഞു, ഇന്റെ ആ സൂചിന് കിട്ടുകയാണെങ്കിൽ ഞാൻ പള്ളിക്കൊക്കെ ഒരു പൊന്നിന്റെ സൂചി കൊടുക്കാൻ തീർച്ചയാക്കിയാറ്. അപ്പൊ പേരക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ. പേരക്കുട്ടി വന്ന് എന്തേ വല്യമ്മ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എൻ്റെ ആ പോയ സൂചിന് കിട്ടിയാലേ അതിന് പകരം പള്ളിക്കൊക്കെ ഒരു പൊന്നിന്റെ സൂചി കൊടുക്കാൻ തീർച്ചയാക്കിയെന്നാ ഞാൻ പറഞ്ഞത്. അതിൽ പേരക്കുട്ടി പറഞ്ഞു, വല്യമ്മ അത് നഷ്ടമാണ് സംഭവം. കാരണം പോയ സൂചി എന്ന് പറഞ്ഞത് ഇരുമ്പാണ്, പള്ളിക്കൊക്കെ നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞ പൊന്നിന്റെ സൂചി സ്വർണ്ണാണ്, അത് നഷ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ വല്യമ്മ പറഞ്ഞു, ചെറുക്ക അത് പള്ളിക്കൊക്കെ കൊടുക്കാനല്ല, എൻ്റെ പോയതിന് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്നാണ് തമാശ. ഇതിൽ ഒരു സന്ദേശമുണ്ട്. അതെന്താ സന്ദേശം വെച്ചാൽ, നമ്മളടുത്ത് ഇങ്ങനെ ചില പരിപാടികളുണ്ട്, പൊന്നിന്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചി വാങ്ങണ പരിപാടി. ഹദിയയുടെ കൂലി വളരെ വലുതാണ്. അത് കൊടുത്തിട്ട് ദുആ എന്ന ചെറിയ സാധനം വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ ദുആന്റെ ഇജാബത്ത് എവിടെ കിടക്കുന്നത്? ഇജാബത്ത് വാങ്ങിയോന്റെ അടുത്തല്ല, കൊടുത്തോന്റെ അടുത്താണ്. കൊടുത്തിട്ട് നമ്മൾ ദ്വാരക്കാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഓൻ ദ്വാരക്കണം കേട്ടോ, അത് ആയിപ്പെട്ടതല്ല, അത് ഉപകാരത്തിനുള്ള പ്രത്യുപകാരം എന്നുള്ള നിലയിലാണ് അവൻ ദ്വാ ചെയ്യേണ്ടത്. അതേ സമയത്ത് ഇജാബത്ത് കിടക്കുന്നത് കൊടുത്തോന്റെ അടുത്താണ്.
അതാണ് സ്വതക്കയുടെ പിന്നിൽ ദുആക്ക് ഇജാബത്തുണ്ടാവും എന്ന് പറഞ്ഞത്. സ്വതക്ക കൊടുത്തവനാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ കൃത്യമായിട്ട് ചെയ്യണം. ഹദിയക്ക് ദ്വാരക്കാൻ പറയണ്ടെന്നാണ്. ഹദിയ കൊടുക്കുമ്പോൾ ഹദിയ കൊടുക്കൽ മാത്രം ചെയ്താൽ മതി. ദ്വാരക്കൽ അയാളെ വകയാണ്. കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടിയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നീയത്ത് വെക്കാം. ഇന്ന ആവശ്യത്തിനാണ് ഞാൻ ഈ ഹദിയ കൊടുക്കുന്നത് എന്ന് നീയത്ത് വെക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്വർണത്തിന്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചി വാങ്ങണ പരിപാടി ചെയ്യരുത്. നമുക്ക് അങ്ങനെയൊക്കെ ചില പരിപാടികളുണ്ട്. അതുകൊണ്ട് നാട്ടു നടപ്പാണ്, ശീലമാണ്, നമ്മൾ പരിചയപ്പെട്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ തെറ്റ് എന്നല്ല കേട്ടോ ഞാനീ പറഞ്ഞത്. നല്ല രീതി അങ്ങനെയല്ല. ഹദിയ കൊടുക്കുക, ഒന്നും ഉണ്ടായിരിക്കുക. ഇതാണ് ഹദിയ കൊടുക്കുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല രീതി എന്നുകൂടെ സാന്ദർഭികമായി പറയാം. അപ്പൊ ഇങ്ങനെ ദുആക്ക് ഇജാബത്തുള്ള ഒരുപാട് സന്ദർഭങ്ങൾ. സദഖയുടെ പിന്നിലുള്ള ദുആ, ഖുർആനോത്തിന്റെ പിന്നിലുള്ള ദുആ, നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ, ഹജ്ജിന് ശേഷമുള്ള ദുആ, നോമ്പ് തുറന്ന ഉടനെയുള്ള ദുആ, ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ദുആ. ഭക്ഷണത്തിന്റെ മുന്നിൽ ദ്വാരക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ദ്വാരക്കണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഖവ്വിനി ഫീ ഇബാദതിക വഅഫിനി ഫീ സബീലിക വഖിനി അദാബന്നാർ. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. അല്ലാഹുമ്മ ഖവ്വിനി ഫീ ഇബാദതിക, പടച്ചോനെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് നീ ശക്തി നൽകണമേ. അതിനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. വഅഫിനി ഫീ സബീലിക, നിന്റെ മാർഗത്തിൽ എനിക്ക് നീ സൗഖ്യം നൽകണമേ. വഖിനി അദാബന്നാർ, കത്തിത്തിളക്കുന്ന നരകത്തിന്റെ അദാബിനെ തൊട്ട് അല്ലാഹുവേ എന്നെ നീ കാക്കേണമേ. ഇങ്ങനെ ദുആക്ക് ഇജാബത്തുള്ള സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളൊക്കെ നോക്കി നന്നായിട്ട് ദുആ ചെയ്യണം. ദുആന്റെ എല്ലാ അദബുകളെയും പാലിക്കണം, എല്ലാ മര്യാദകളെയും പാലിക്കണം. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. 5 കാര്യങ്ങളാണ് മക്കൾ നന്നാവാൻ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ. 5 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഒരു നല്ല പേരിടണം. ഒരു നല്ല പേരിടണം. പേരിനനുസരിച്ചാണ് ഏതൊരാളുണ്ടാവുക. നല്ലൊരു പേര്. നല്ല പേര് പറഞ്ഞാല് കേൾക്കാൻ രസമുള്ളതായിരിക്കണം, ഉച്ചരിക്കാൻ പറ്റുന്നതായിരിക്കണം, ഭംഗിയുള്ള പേരായിരിക്കണം, നല്ല അർത്ഥമുണ്ടായിരിക്കണം, ചരിത്രവുമായി അതിന് ബന്ധമുണ്ടായിരിക്കണം. എന്ത് പേര് എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആരുടെ പേര് എന്നതിന്. മനുഷ്യന്മാരെ, ബാക്കിലുള്ളവരെ, മുമ്പിലുള്ളവരെ, ഞാൻ മുന്നിക്ക് മാത്രമേ നോക്കണുള്ളൂ എന്ന് കരുതിയിട്ട് ബാക്കിലുള്ളവർ ഇങ്ങോട്ട് നോക്കാതിരിക്കരുത്. ഇങ്ങോട്ട് നോക്കണം എല്ലാവരും. എവിടുന്നപ്പോൾ ഒരു ഒച്ച കേൾക്കണത്? വളണ്ടിയർമാരല്ലല്ലോ. അല്ല, ഒലല്ല. മയൻ്റെ ഒച്ചക്ക് പിന്നെ നമുക്കൊരു പരിഹാരവും ഇല്ല. അതേ സമയത്ത് ആൾക്കാരെ ഒച്ചക്ക് പരിഹാരം ഉണ്ടായെങ്കിലല്ലേ പറ്റുള്ളൂ. ശരിയായിട്ടുണ്ട്. ഒരു യാനബി എല്ലാവരും ചൊല്ലി. യാനബി സലാം അലൈക്കും, സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, അലൈക്കും. ഒരു വരിയല്ലേ? അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي. يا حبيب سلام عليكم صلوات الله عليكم. നോക്കി എല്ലാവരും മുഅ്മിനീങ്ങളെ,
5 കാര്യങ്ങളാണ് മക്കൾ നന്നാവാൻ ചെയ്യേണ്ടത്. അതിലൊന്നിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു തുറക്കണം. പക്ഷെ അത് 5-മത്തേതാണ്. 4 അതിൻ്റെ മുന്നുണ്ട്. ഒന്നാമത്തേത് ഒരു നല്ല പേരിടണം എന്നതാണ്. ഏത് മനുഷ്യനും അവൻ്റെ പേരിനനുസരിച്ചാണ് ഉണ്ടാവുക. ഒരാളോട് എൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ മനസ്സിലാവും ബാക്കി എന്തൊക്കെയാണ്. ഏത് മനുഷ്യനും. ഇത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ. അബൂബക്കർ എന്ന് വാപ്പ പേരിട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലോ. പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് മനുഷ്യനും അവൻ്റെ പേരിനനുസരിച്ചാണ് ഉണ്ടാകുക. അപ്പൊ പേര് പറയാൻ ഭംഗിയുള്ളതായിരിക്കണം, കേൾക്കാൻ ഭംഗിയുള്ളതായിരിക്കണം, നല്ല അർത്ഥമുള്ളതായിരിക്കണം. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ചരിത്രവുമായി ബന്ധമുണ്ടായിരിക്കണം. എന്ത് പേരാണ് എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആരുടെ പേരാണ് എന്നതിനെ. ബദരീങ്ങളുടെ പേരിട്ടു. ബദരീങ്ങളുടെ പേരിട്ടാല് ബദരീങ്ങളെ മയിലുണ്ടാവും. മുഹ്യിദ്ദീൻ ഷേഖിന്റെ പേരിട്ടാല് മുഹ്യിദ്ദീൻ ഷേഖിനോടാണ് ബന്ധമുണ്ടാവുക. ഉമർ റളിയല്ലാഹുവിന്റെ പേരിട്ടാല് അതിനനുസരിച്ചുണ്ടാവും. അലി റളിയല്ലാഹുവിന്റെ പേരിട്ടാല് അതിനനുസരിച്ചുണ്ടാവും. വല്ലിപ്പാന്റെ പേരിട്ടാല് വല്ലിപ്പാന്റെ മയിലുണ്ടാവും. എന്തോ ഒരു അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട്. എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഈ സദസ്സിൽ ഇപ്പോൾ സംസാരിക്കുന്നത് ആകെ 2 പേരാണ്. ഒന്നൊരു ടീഷർട്ട് ഇട്ട ആളും 2 അതിൻ്റെ അടുത്തിരിക്കുന്ന ആളും. തിരഞ്ഞോക്കണ്ട അങ്ങോട്ട് നോക്കിയാൽ മതി, ഇന്നെ നോക്കിയാൽ മതി. വൈകുന്നേരം എല്ലാവരും വർത്താനം തുടങ്ങിയപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും. അത് അപ്പം അങ്ങനെയായിരുന്നു എന്ന്. ഇനി അങ്ങനെയൊന്നല്ല, ഞാൻ പറയാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞങ്ങളെല്ലാവരും നോക്കണില്ല എന്നിട്ടോ. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഓരോരുത്തരെയും നോക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിരുന്നാൽ മതി. ഇവിടെ വയലറിയാൻ വന്ന ആൾ ഞാനാണ്. അതുകൊണ്ട് ഇന്നെ നോക്കണം. എന്നാൽ നോക്കിയാൽ മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ പറയില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി. അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ബെയ്ത്തൊക്കെ ചൊല്ലി ആനബിയൊക്കെ ചൊല്ലി സമയം കഴിയുമ്പോൾ ദ്വാരങ്ങാണ്ട് ഞാനാണ് നിർത്തും. അതാണ് ഉണ്ടാകുക. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി എല്ലാവരും നോക്കി. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. 5 കാര്യങ്ങൾ. 1, നല്ല പേരിടണം. പേര് ആരുടെ പേര് എന്നത് പ്രധാനമാണ്. ബദരീങ്ങളുടെ പേര് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയും കുറെ ബാക്കിയുണ്ട്. സംഗതി 313 ആളുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആരും ഇടാത്ത ഒരുപാട് പേര് ഇഞ്ഞു അതിലുണ്ട്. ഒരുപാട് പേര് ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്, കുറേ പേരുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഇവിടെ പഠിക്കൽ പറഞ്ഞിടത്ത് ഇക്ബാൽ, നമ്മളെ നല്ലൊരു മരണപ്പെട്ടു. ഇക്ബാൽ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഓന് കുട്ടികളുണ്ടായാൽ, ആൺകുട്ടികളാണ് എല്ലാവരും, മക്കളുണ്ടായാൽ സബീനന്ന് തുറന്നിട്ട് ബദരീങ്ങളുടെ പേര് നോക്കലാണ്. ഒരു കുട്ടിയുടെ പേര് മിഖ്ദാദാണ്, ഒരു കുട്ടിയുടെ പേര് കൈസാണ്. അങ്ങനെ സബീന നോക്കിയിട്ട് ബദരീങ്ങളുടെ പേരിൽ നോക്കിയിട്ട് ഏറ്റവും ആകർഷണീയമായി തോന്നുന്ന ഒരു പേരിടും, ബദരീങ്ങളുടെ പേര്. ചരിത്രം വളരെ പ്രധാനമാണ്. ആരുടെ പേരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതാണ് 1-മത്തെ കാര്യം. 2-മത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമ് പഠിപ്പിക്കണം എന്നതാണ് 2-മത്തെ കാര്യം. ദീനിയായ ഇൽമും പഠിപ്പിക്കണം, ജീവിക്കാൻ ആവശ്യമായ വിവരവും പഠിപ്പിക്കണം. ദീൻ പഠിപ്പിക്കണം, ലൗകികം ഭൗതികവും പഠിപ്പിക്കണം. അങ്ങനെ ദീനിയും ദുന്യവിയുമായ ഇൽമ് പഠിപ്പിക്കണം. ഭൗതികമായ വിജ്ഞാനം എത്രയുണ്ടോ അതിനനുസരിച്ച് ദീനും പഠിപ്പിക്കണം. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. എന്നാണോ ഭൗതിക പഠനം അവസാനിക്കുന്നത് അന്ന് മതപഠനവും അവസാനിപ്പിക്കാം. സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. പല സൗകര്യങ്ങളുണ്ട്. ഓൺലൈൻ സംവിധാനമുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പുതിയ ഓൺലൈൻ മദ്രസ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൗകര്യങ്ങളുണ്ട്. അവ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മതപരവും ഭൗതികവുമായ വിജ്ഞാനം പഠിച്ചുകൊണ്ടേയിരിക്കണം. ചുരുങ്ങിയത് 21 വയസ്സ് വരേക്കെങ്കിലും
മതപരവും ഭൗതികവുമായ വിജ്ഞാനം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കണം. ഹലാല് ത്വയ്യിബ്, എല്ലാ ഹലാലുകളും ത്വയ്യിബാവൂല, എല്ലാ ത്വയ്യിബുകളും ഹലാലായിരിക്കും. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ മനസ്സിന് സംതൃപ്തിയോടുകൂടെ നൽകുന്നതിനാണ് ത്വയ്യിബ് എന്ന് പറയാം. സംതൃപ്തി ഇല്ലാതെ കിട്ടുന്നത് ഹലാലാണെങ്കിൽ പോലും ത്വയ്യിബാവൂല. ഹലാല് പലതും ആവും, പക്ഷെ ത്വയ്യിബാവൂല. അതായത് എങ്ങനെ ഇപ്പം നമ്മൾ പറയാം, നമ്മളൊരു സാധനം വിറ്റു, ഒരാളത് വാങ്ങിയ ആൾക്ക് തൃപ്തിയായില്ല എങ്കിൽ വിറ്റത് ഒറിജിനൽ വിലയും ഒറിജിനൽ ലാഭമൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ പോലും ത്വയ്യിബായിരിക്കൂല. അപ്പോൾ വാങ്ങിയവൻ, അതായത് പണം നൽകുന്നവൻ്റെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ. പണം നൽകുന്നവൻ്റെ അല്ലെങ്കിൽ പണം ചെലവഴിക്കുന്നവൻ്റെ മനസ്സിൻ്റെ സംതൃപ്തി, അതിനെയാണ് ത്വയ്യിബ് എന്ന് പറയാം. അതിന് ഞാൻ ഉദാഹരണം പറയലുണ്ട്. നമ്മളൊക്കെ നാടുകളിൽ പഴയ കാലത്ത് പല ദർസുകളൊക്കെ നാടാണല്ലോ ഇപ്പോൾ. മുമ്പൊക്കെ പള്ളിയിലൊക്കെ പഠിപ്പിക്കുന്ന മുദരിസുമാർക്കൊക്കെ ചില പ്രത്യേക വീടുകളിൽ നിന്ന് മാത്രമാണ് ചെലവ് കൊണ്ടുവരിക. മഹലിലെ എല്ലാ വീട്ടിൽ നിന്നും ഉണ്ടാവില്ല. ചില പ്രത്യേക അതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന തയ്യാറായി വരുന്ന, പ്രത്യേകിച്ച് അത് കൃഷിയുള്ള വീടുകളായിരിക്കും. കൃഷി ഉണ്ടാകുമ്പോൾ ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കൂട്ടാൻ തൊടുവെന്ന് പറിക്കണതാണ്. പിന്നെ ഉണക്കൽ മീനൊക്കെയാണ് വേണ്ടത്. അതിന് കുറച്ച് നെല്ല് വിറ്റാൽ അതിനുള്ള പൈസ ഉണ്ടാവും. ഇങ്ങനെ കൃഷിയുള്ള വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരിക. ഒരു പള്ളിൻ്റെ മൂത്രപ്പര പൊളിച്ച് പണിയെടുക്കുന്നുണ്ട്, അതിനെന്തേലും സംഭാവന തരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്ത് ഉണ്ടാവില്ല. അതേ സമയത്ത് പള്ളിയിൽ 2 മൂല്യന്മാരുണ്ട്, അവർക്ക് ചെലവ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല, കാരണം അത് അവിടെ ഉണ്ട്. അപ്പോൾ അവർ സംതൃപ്തിയോടുകൂടെ കൊടുക്കുന്ന ഭക്ഷണം, ഇതാണ് ത്വയ്യിബായ ഭക്ഷണം എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ശേഷം ഇപ്പം നമ്മളൊക്കെ കമ്മിറ്റിയിൽ വന്നു. അപ്പം ഞാൻ കമ്മിറ്റിക്കാരനാണ്, നമ്മളൊക്കെ ആയി. അപ്പം നമ്മൾ എന്ത് തീരുമാനം എടുത്തു? എല്ലാ പെരയിലും ചെലവാണ്, അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുവരണ്ടാന്ന് തീരുമാനിച്ചു. അപ്പം ചെലവെടുക്കൽ എങ്ങനെ അയച്ചാൽ, ഇപ്പോൾ പണ്ടാറടക്കാൻ നാളെ ഇപ്പോൾ പള്ളിക്കത്തെ മൂലയിലെ ചെലവാണ് എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കണത്. ത്വയ്യിബാവൂല, കാരണം പണ്ടാറടക്കാനാണ് കൊടുക്കണത് എന്നുള്ളതാണ് പ്രശ്നം. ഹലാലാവും, കാരണം അയാൾ ഇവിടെ ജോലി ചെയ്യല്ലേ. ജോലി ചെയ്യുമ്പോൾ ഹലാലാണ്, അയാൾക്ക് ഭക്ഷണം അയാളുടെ ശമ്പളത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഹലാലാവും. ത്വയ്യിബാവണമെങ്കിൽ കൊടുക്കുന്നവൻ്റെ മനസ്സിൻ്റെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരത്ത് ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഇവിടെ തന്നെ നമ്മളെ കോട്ടക്കലുള്ളൊരു ഹോട്ടലിൽ ചായ കുടിക്കും. എൻ്റെ കൂടെ 1-2 ആൾക്കാരും കൂടി ഉണ്ട്. അപ്പം അങ്ങനെ ചായ പറഞ്ഞു, എന്താ കടിയെന്ന് ചോദിച്ചപ്പോൾ ഷവർമ്മ ഉണ്ട് പറഞ്ഞു. അന്നായിക്കോട്ടെ, ഒരു 3 റോള് ഷവർമ്മ കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ഷവർമ്മ കൊടുന്ന് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂടുള്ള ഒരാൾ വെയിറ്ററോട് പറഞ്ഞു, കുറച്ചുകൂടി മയോണീസ് വേണമെന്ന് പറഞ്ഞു. അപ്പം അയാൾ 2ാമത് മയോണീസ് കൊടുന്നപ്പോൾ അതിൽ മഴ പെയ്തിട്ട് ചോർന്നിക്കണു. മഴക്കാലമൊന്നുമല്ല എന്നിട്ടും. അപ്പം എന്താ സംഭവിച്ചാൽ ആ സാധനം പിന്നെ തിന്നാൻ പാടില്ല. കാരണം നൽകുന്നവൻ സംതൃപ്തിയോടുകൂടെയല്ല നൽകുന്നത് എന്നതാണ് കാരണം. അത് ഹലാലാകും, അവകാശമാണ്. അതേ സമയത്ത് ത്വയ്യിബാവൂല, കാരണം സംതൃപ്തിയോടുകൂടെയല്ല നൽകിയിട്ടുള്ളത് എന്നതാണ് കാരണം. ഇതാണ് ത്വയ്യിബ് എന്ന് പറഞ്ഞ സാധനം, നൽകുന്നവൻ്റെ സംതൃപ്തിയാണ്. 1000 രൂപക്ക് പണിയെടുത്തു, 1500 റുപ്യക്ക് വാശി പിടിച്ചു, ഇല്ലെങ്കിൽ നാളെ ഞാൻ പണിക്ക് വരില്ലായിരുന്നു. നാളെ പണിക്ക് വന്നില്ലെങ്കിൽ മറ്റന്നാൾ കുടിയിരിക്കലാണ്, നടക്കൂല. അപ്പം എന്ത് തീരുമാനിച്ചു? ആയിക്കോട്ടെ 1500 എങ്കിൽ 1500. ആ 500 ത്വയ്യിബാവൂല. എന്താ കാരണം? സംതൃപ്തിയോടുകൂടെ എല്ലാം നൽകിയത്. അതേ സമയത്ത് 1000 രൂപക്ക് പണിയെടുത്തു, 950 മതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 1000 തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നൽകുന്നവൻ റാഹത്തായിട്ട് കൊടുക്കും, അപ്പോൾ അത് ത്വയ്യിബായിരിക്കുകയും ചെയ്യും. ഇതിങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹലാലുകൾ ത്വയ്യിബല്ലാതെ പോകുന്നുണ്ട്. ഒരു കാരണവശാലും അങ്ങനെയുള്ള സാധനം ഭക്ഷണമായി ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് ഞാൻ പറയുന്ന ആശയം. ഭക്ഷണം പട്ടിണി കിടന്നാലും ശരി, ത്വയ്യിബല്ലാത്തത് ഉപയോഗിക്കാൻ പാടില്ല. സ്വന്തമായിട്ട് ഉപയോഗിക്കരുത്, ഭാര്യ സന്താനങ്ങൾക്ക് കൊടുക്കരുത്. എങ്കിൽ മാത്രമേ അവർ സ്വാലിഹീങ്ങളായി മാറുകയുള്ളൂ.
അപ്പൊ ഒന്നാമത്തേത് നല്ല പേരിടണം, രണ്ടാമത്തേത് ദീനിയും ദുന്യവിയുമായ ഇൽമ് പഠിപ്പിക്കണം, മൂന്നാമത്തേത് ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കൊടുക്കണം, നാലാമത്തെ കാര്യം മാതാപിതാക്കൾ മക്കളുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കണം. അതായത് സ്വഭാവം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതല്ല, കണ്ട് മനസ്സിലാക്കുന്നതാണ്. സ്വഭാവം ബുക്ക് വായിച്ചിട്ടൊന്നും നേരാവൂല. സ്വഭാവം എന്ന് പറഞ്ഞ സാധനം കണ്ടുപഠിക്കുന്ന സാധനമാണ്. വാപ്പ എങ്ങനെയാണ് ചെയ്യുന്നത്, ഉമ്മ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 4ാം ക്ലാസ് മദ്രസയിൽ വന്നിട്ട് അടുത്തിരിക്കുന്ന കുട്ടിനെ 4 കാലും വാലുള്ള സാധനത്തിന്റെ പേരാണ്ട് വിളിച്ചാല് പെരേന്ന് ഒന്നുകിൽ ഉമ്മ വാപ്പാനെ വിളിക്കണത് കേട്ടതാണ്, അല്ലെങ്കിൽ വാപ്പ ഉമ്മാനെ വിളിക്കണത് കേട്ടതാണ്. അല്ലാതെ ഈ സ്വഭാവം വരൂല. സ്വഭാവം എന്ന് പറയുന്നത് കണ്ടുപഠിക്കുന്ന സാധനമാണ്. മാതാപിതാക്കളുടെ സ്വഭാവത്തിൽ നിന്നാണ് മക്കളുടെ സ്വഭാവം ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് സ്വഭാവത്തിന്റെ പരിപാലനം ചെയ്യണം. അത് നിരന്തരമായ പരിശീലനങ്ങളിലൂടെ നേടിക്കൊടുക്കണം. മദ്രസന്റെ അടുത്ത് കൂടെ ഇങ്ങനെ വാപ്പൻ മകനും കൂടിയും കയ്യും പിടിച്ചിങ്ങാണ്ട് പോവുകയാണ് മദ്രസന്റെ അടുത്ത് കൂടെ. അപ്പോൾ മോൻ വാപ്പാട് പറഞ്ഞു, വാപ്പ ഇന്റെ മദ്രസയാണിത് എന്ന് പറഞ്ഞു. എന്നാൽ വാപ്പ അപ്പോൾ പറയണം, മോനെ ഇന്റെ മദ്രസ എന്ന് പറയരുത്, ഞങ്ങളെ മദ്രസയാണെന്ന്. അതാണ് ഈ സ്വഭാവം എന്ന് പറഞ്ഞ സാധനം. ഇന്റെ മദ്രസ എന്ന് പറയല്ല മോനെ, ഞങ്ങളെ മദ്രസ എന്ന് പറയാൻ. സംഭവം വളരെ നിസ്സാരാണ്, പക്ഷെ ആ കുട്ടിയുടെ സ്വഭാവം അതിനനുസരിച്ചാണ് രൂപപ്പെട്ടു വരിക. ഇങ്ങനെ പറഞ്ഞും കാണിച്ചും ഗുരുനാഥന്മാരോടുള്ള പെരുമാറ്റമൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത്. ഒരു ദിവസം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂള് വിട്ട് വീട്ടിൽ വന്നപ്പോ പറഞ്ഞു, വാപ്പ അല്ലെങ്കിൽ ഉമ്മ, ഞങ്ങളെ സ്കൂളിലെ ഹെഡ്മാഷ എല്ലാരും ചേനത്തലേന്നാണ് വിളിക്കല് എന്ന് പറഞ്ഞു. ആള് കഷണ്ടിയാണ്. അതില് വാപ്പ ചോദിക്കാണ്, എന്തേജ് പറഞ്ഞത്? അപ്പൊ അവൻ പറഞ്ഞു, എല്ലാരും ചേനത്തലേന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞു. അതിൽ വാപ്പ പറഞ്ഞു, അത് അയാൾക്ക് പറ്റിയ പേരെന്നെയാണ്. ഏത്? ഇവന്റെ സിറാത്ത് പാലം കിടക്കുമ്പോ ഈ കുട്ടി കയ്യമ്മ പിടിച്ചണത്രേ ഓലത്തും. അത് അപ്പ തിരുത്തി കൊടുക്കണം, അപ്പ തിരുത്തണം. മോനെ, ഗുരുനാഥന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, വാപ്പക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരിക്കൽ ആദ്യ നിമിഷം തിരുത്തി കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം മൊത്തം അങ്ങനെ പോവുള്ളൂ. ഗുരുനാഥനെ ഇൻസൾട്ട് ചെയ്ത ആളുടെ ഒജീനം മുടങ്ങും, അവന്റെ ആക്തിപത്ത് ചീത്തയായിരിക്കും. ഗുരുനാഥനെ ചീത്ത പറയുന്ന ആള് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് എടുക്കെത്തിയില്ല, കണ്ണടപ്പീട് തുടങ്ങിയിട്ട് എടുക്കെത്തിയില്ല, ഗൾഫ് പോയിട്ട് ഒന്നും ആയില്ല, അരിക്കച്ചവടം ചെയ്തിട്ട് എടുക്കെത്തിയില്ല, റോഡ് പണി എടുത്തു നോക്കി എടുക്കെത്തിയില്ല, കോൺക്രീറ്റ് എടുത്തു എടുക്കെത്തണില്ല, പലയിടത്തും പൈസ കൊടുത്തു അതിന് ഇങ്ങോട്ട് കിട്ടില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടയിൽ നിന്ന് സാധനം വാങ്ങുന്നത് കടമായി വന്നു. ഒജീനം കടമായി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും പരിശോധിക്കണം ഏത് ടീച്ചറെ സാരിയിലേക്കാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്നത്. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവന് മാത്രമേ ഒജീനം തടയപ്പെടുകയുള്ളൂ. ഇതൊക്കെ വാപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും കേട്ട് പഠിക്കുന്നതാണ്. അതിനാൽ ഗുരുനാഥന്മാരെ ഇൻസൾട്ട് ചെയ്യുന്ന സ്വഭാവം സമ്മതിക്കാൻ പാടില്ല. മാതാപിതാക്കളുടെ പെരുമാറ്റം കണ്ടാണ് സ്വഭാവം പഠിക്കുന്നത്. 5 സെന്റ് സ്ഥലം അതിലൊരു ചെറിയ പെരിയായപ്പോഴേക്ക് ഉച്ചക്കും രാവിലെയും വൈകുന്നേരം തറവാട്ടിലുള്ള ഉമ്മാനെയും ബാപ്പാനെയും കുട്ടികളെ മുമ്പിൽ വെച്ച് മോശമാക്കി സംസാരിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇവന്റെ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും. നമ്മളെ വാപ്പാനോടും ഉമ്മാനോടും എങ്ങനെ പെരുമാറുന്നു എന്നത് മാത്രമേ നമ്മളെ മക്കളിൽ നിന്ന് തിരിച്ചു ലഭിക്കുള്ളൂ. ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം നിലവിൽ വന്നിട്ടുണ്ട്, സൂറത്തുൽ ലുക്മാൻ. എന്താ ഈ ലുക്മാന്റെ പ്രത്യേകത? ഈ ലുക്മാന് പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു. സയ്യിദുനാ ലുക്മാൻ റളിയല്ലാഹു അൻഹുവിന് പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു. എന്നും രാവിലെ ലുക്മാൻ ജോലിക്ക് പോകുമ്പോൾ ഉമ്മയോട് ചോദിക്കും, ഉമ്മ, ലുക്മാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ജോലിക്ക് പോണത്, വൈകുന്നേരം വരുമ്പോ ഉമ്മക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ എന്നും ഉമ്മ എന്തേലും ഒന്ന് പറയും, അത് കൊടുന്നു കൊടുക്കും വൈകുന്നേരം വരുമ്പോ.
ഇങ്ങനെ ഉമ്മാക്ക് പ്രായം കൂടി വന്നു, പ്രായത്തിന്റെ അസ്വസ്ഥതകൾ തുടങ്ങി. പ്രായം കൂടി വന്നാൽ സംസാരത്തിനൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരും. അങ്ങനെ ഉമ്മാക്ക് പ്രായത്തിന്റെ അസ്വസ്ഥത തുടങ്ങി. ഒരു ദിവസം ലുക്മാൻ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ട് ഉമ്മാന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഉമ്മ ലുക്മാൻ ജോലിക്ക് പോവുകയാണ്, വൈകുന്നേരം വരുമ്പോ ഉമ്മാക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചു. അതിൽ ഉമ്മ പറഞ്ഞു, മോനെ സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണുകൊണ്ടു പറഞ്ഞു. അതിൽ ലുക്മാൻ റളിയല്ലാഹു അൻഹു ഇമ്മാന്റെ കാലിലോട്ടുനിന്ന് ഒരു പിടി മണ്ണെടുത്താണ് കൊടുത്തിട്ട് പറഞ്ഞു, ഇതന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്, ലുക്മാൻ ഇന്ന് ജോലിക്ക് പോണില്ല പറഞ്ഞു. ആ മനുഷ്യൻ തൻ്റെ മകന് കൊടുത്ത ഉപദേശം പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ ലുക്മാൻ. സ്വന്തം മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവണമെങ്കിൽ അവനാൻ്റെ അമ്മാനും പാപ്പാനും നോക്കിയിരിക്കണം എന്നതാണ് നിബന്ധന. അതുകൊണ്ട് ചെറിയ കാര്യമായി കാണരുത്. അഞ്ചാമത്തെ വിഷയമാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം എന്നത്. പ്രത്യേകിച്ച് ഉമ്മാന്റെ ദുആ മക്കൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖൈറിന് വേണ്ടി മാത്രമേ ദുആ ചെയ്യാവൂ, ഷെറിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. അത് ദുആന്റെ പരിധിയിൽ വരികയും ഇല്ല. ഖൈറിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നതാണ് ദുആയുടെ പരിധിയിൽ വരുന്നത്. അതുകൊണ്ട് എന്തൊക്കെയായാലും ഖൈറിന് വേണ്ടി മാത്രമേ ദുആ ചെയ്യാവൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ച് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഓല് കേടുന്ന പിന്നെ എന്താ നമുക്ക് ഇവിടെ ഉള്ളത് എന്ന് ചിന്തിച്ച് അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളിലൊക്കെ നമ്മൾ സമയം ചെലവഴിക്കണം. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ചേർക്കട്ടെ. ഒരു ഫാത്തിഹ എല്ലാവരും ഓതി. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇവിടെ എന്തെങ്കിലും നടപടിക്രമങ്ങളുണ്ടോ? നല്ലൊരു ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടത് ഒരുമിച്ച് കൂടിയത് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ചെറുതും വലുതുമായ ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. അർഹമുർറഹീമായ റബ്ബേ, ഇരുലോക വിജയികളിൽ ചേർത്ത് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഖൈറിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെയും മാതാപിതാക്കൾ ഉസ്താദുമാരെയും ചേർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മാപ്പമാർ, ഉസ്താദുമാര്, ബന്ധുക്കള്, ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഞങ്ങളെ സഹായിച്ചവർ, ഈ നിലയിലെത്തിക്കാൻ വേണ്ടി അധ്വാനിച്ചവർ എല്ലാവർക്കും വലിയ കൂലി നൽകണേ അല്ലാഹ്. അർഹമുർറഹീമായ റബ്ബേ, ഒരുപാട് സ്ഥലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ഞങ്ങളോട് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഈ പരിപാടിക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചോനെ, ഈ സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് കാര്യമായി ഈ പരിപാടിയുടെ മുൻപന്തിയിലുള്ളത്. അവരുടെ ജോലികളിൽ, വരുമാനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ഖൈറ് നൽകണേ അല്ലാഹ്. പടച്ചോനെ, അവരുടെ സംഭാവനകൾ, സഹായം കൊണ്ടാണ് ഞങ്ങളുടെ പല ദീനീ പ്രവർത്തനങ്ങളും നടന്ന് മുന്നോട്ട് പോകുന്നത്. അവർക്ക് നീ സലാമത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. പടച്ചോനെ, രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്കും അവർക്കും പരിപൂർണമായ രോഗശമനം നൽകണേ അല്ലാഹ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചോനെ, ഉള്ളിലും പുറത്തുമുള്ള എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ലാഹ്. അധ്വാനിച്ച സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാലും
മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന രോഗങ്ങളെ തൊട്ട് സലാമത്തിലാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് മരണത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിൽ പുന്നാര നബിയോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പടച്ചോനെ, ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് കൂടിയ സദസ്സാണ്. അവരുടെ ഖൽബിന്റെ മുറാദുകളെ ഹസ്വിലാക്കണേ അല്ലാ. വിധവകൾക്ക് സ്വബർ നൽകണേ അല്ലാ. ആണും പെണ്ണുമായ ഞങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. ഞങ്ങൾക്കും മക്കൾക്കും നാഫിയായ ഇൽമ് നൽകണേ അല്ലാഹുവേ. മക്കളെ കൊണ്ട് കേൾക്കാൻ കഴിയാത്തത് എന്തെങ്കിലും കേൾക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് സലാമത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാ. അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഈ പ്രദേശത്തെ ഐക്യത്തെയും യോജിപ്പിനെയും നിലനിർത്തണേ അല്ലാ. കമ്മിറ്റിക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ശബ്ദവും വെളിച്ചവും ക്യാമറയും മറ്റു സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തവർക്ക് പടച്ചോനെ ബറക്കത്ത് നൽകണേ അല്ലാ. പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. എല്ലാം അറിയുന്ന ഖാലിഖായ റബ്ബേ, നീ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജ്അൽ മിന്നാ വലാ ഫീനാ വലാ മാനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ അലിഫ് ബൈന ഖുലൂബിനാ വാസ്ലിഹ് ദാത ബൈനിനാ വഹ്ദിനാ സുബുലസ് സലാമി വനജ്ജിനാ മിനൽ ളുലുമാതി ഇലൻ നൂർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.